നമസ്കാരം. ഒരു പഠന യാത്രയുടെ ഭാഗമായിട്ടാണ് ജയ്സാൽമീറിലെത്തുന്നത്, രാജസ്ഥാനിലെ ജയ്സാൽമീർ. ഇപ്പം ജയ്സാൽമീർ പ്രധാനപ്പെട്ട കോട്ടകളും മറ്റും കണ്ടതിന് ശേഷം പിന്നീട് പോകാൻ തീരുമാനിച്ചത് ജയ്സാൽമീറിന് കുറച്ച് പാകിസ്ഥാൻ ബോർഡറിലേക്ക് തനോഡ് ദേവി ടെമ്പിൾ എന്ന അമ്പലം കാണാനാണ്. അത് സത്യത്തിൽ അവസാനത്തെ സിവിലിയൻ പോയിന്റാണ്. സിവിലിയൻസിന് പോകാൻ കഴിയുന്ന, അതിർത്തിയിലേക്ക് പോകാൻ കഴിയുന്ന അവസാന സിവിലിയൻ പോയിന്റാണ് ഈ തനോഡ് ദേവി ടെമ്പിൾ എന്നുള്ളത്. അപ്പം ഞങ്ങൾ പോയിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ വലിയൊരു യുദ്ധ സാധ്യത നിലനിന്ന ഒരു കാലത്താണ്. ഏത് സമയം യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന് തീരുമാനിച്ച അല്ലെങ്കിൽ എന്ന് സംശയിച്ച ഒരു കാലത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ അല്പം ടെൻഷൻ ആ യാത്രാ സംഘത്തിനുണ്ട്. ആ യാത്രാ സംഘത്തിൻ്റെ ഭാഗമായ ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. അപ്പം ഞങ്ങൾ യാത്ര പുറപ്പെട്ട് ഏതാണ്ട് പകുതി ദൂരം എത്തിയപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, കാരണം ആ യുദ്ധ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സേനാവിന്യാസം, അതായത് നമ്മുടെ ഈസ്റ്റേൺ ഫ്രണ്ടിയറിന്ന് കംപ്ലീറ്റ് സേനയെ എടുത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയറിലേക്ക് നമ്മൾ ഇട്ട കാലയളവാണ്. അതായത് നമ്മുടെ കിഴക്കൻ മേഖലയിലുള്ള സേനാ ട്രൂപ്പുകളെ മുഴുവൻ എന്താണ് നമ്മൾ പാകിസ്ഥാന് പ്രതിമുഖമായിട്ട് വിന്യസിച്ച കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനത്തു നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ഈ സ്ഥലം കാണാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. കുറേ സമയം ഞങ്ങൾ റിക്വസ്റ്റ് തുടർന്നു. അവസാനം ഞങ്ങളുടെ റിക്വസ്റ്റ് കേട്ടിട്ട് അത് അംഗീകരിച്ച് തന്നു. നിങ്ങൾ പോയിക്കോളൂ, പക്ഷേ പിന്നീട് എവിടെ വെച്ച് BSF നിങ്ങളോട് തിരിച്ചു പോകാൻ പറയുന്നു അവിടുന്ന് നിങ്ങൾ മടങ്ങണം എന്ന് ആ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു. അപ്പം റോഡിന് ഇരുവശത്തും നമുക്ക് ബങ്കറുകൾ കാണാം. ബങ്കറുകൾ ഇങ്ങനെ മേൽഭാഗത്ത് നെറ്റ്, പച്ച കളറുള്ള നെറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ മൂടി ക്രമീകരിച്ചത് കാണാം. അതുപോലെ മണൽച്ചാക്കുകൾ കാണാം. റോഡിലൂടെ അന്യനിമിഷം വേറൊരു വാഹനം പോകുന്നില്ല, കംപ്ലീറ്റ് സൈനിക വാഹനങ്ങൾ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധം ഏത് സമയം പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി തനോഡ് ദേവി ടെമ്പിളിലെത്തി. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് സൈന്യത്തിൻ്റെ ഒരു പ്രത്യേക പെട്രോളിംഗ് ജീപ്പ് വന്ന് ഞങ്ങളെ പിറകിൽ അവിടെ നിർത്തി. ഒരു അകലം പാലിച്ചുകൊണ്ട് അവരവിടെ നിലകൊണ്ടു. അപ്പം ഞങ്ങൾ ഇറങ്ങി. അവിടെ ഒരു മേരാ ഭാരത് മഹാൻ എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്. ഒരു വലിയ സ്തൂപം പോലെയുള്ള സംഭവമുണ്ട്. ആ സ്തൂപത്തിനടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ സിവിലിയൻസായിട്ട് ആരുമില്ല, സൈനികർ മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് പല സൈനികരും നിന്ന് ദൈവത്തെ തൊഴുന്നു, വിഗ്രഹത്തെ തൊഴുന്നു. അപ്പോൾ ആ തൊഴുന്ന ചില ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു. പ്രത്യേകിച്ച് ആ യുദ്ധകാലത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് ആ ഫോട്ടോസ് ഞാൻ എടുത്തു. ഞാൻ ചിന്തിച്ചത്, ആ സൈനികൻ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടാവുക? നാട് മുഴുവൻ, രാജ്യം മുഴുവൻ യുദ്ധജ്വരം അങ്ങനെ കത്തിക്കാളുന്ന സമയത്ത് ആ പാകിസ്ഥാനെ വെറും 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ അകലെ നിൽക്കുന്ന, യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന ആ സൈനികൻ
അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്തായിരിക്കും? യുദ്ധമുണ്ടാവരുത് എന്നാണോ? യുദ്ധം ഉണ്ടാവണമെന്നാണോ? യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കണമെന്നാണോ? എന്തായിരിക്കും അത് ആ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് ഞാൻ ആലോചിച്ചു. ചെറുപ്പക്കാരനായിട്ടുള്ള, വളരെ യുവാവായിട്ടുള്ള ആ മനുഷ്യൻ്റെ പ്രാർത്ഥന. സ്വാഭാവികമായിട്ട് ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളുണ്ടാവും, മാതാപിതാക്കളുണ്ടാവും, നാടുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം രണ്ട് തരം മനുഷ്യർ ഒരു സാഹചര്യത്തെ വീക്ഷിക്കുന്ന ഇത് വ്യത്യസ്ത രീതികളാവാം. യുദ്ധജ്വരമുള്ള മനുഷ്യരും ഉണ്ടാവാം, യുദ്ധങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടാവാം, പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ടാവും യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അതേപോലെ യുദ്ധത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ടാവും. മനുഷ്യരുടെ താല്പര്യങ്ങളും സ്വഭാവങ്ങളും ആറ്റിറ്റ്യൂഡുകളും എല്ലാം വ്യത്യസ്തങ്ങളായ ഒന്നാണ്. അപ്പം ഞാൻ സങ്കല്പിച്ചത് ആ മനുഷ്യൻ യുദ്ധം ഉണ്ടാവരുത്, തനിക്ക് അപകടമൊന്നും പറ്റാതെ തൻ്റെ മാതാപിതാക്കളെ കാണാൻ കഴിയണം എന്ന പ്രാർത്ഥനയായിരിക്കും അദ്ദേഹം നടത്തിയതെന്നാണ് ഞാൻ ആ സമയത്ത് വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് യുദ്ധജ്വരത്തിൽ അടിമപ്പെടാത്ത, യുദ്ധത്തിനെതിരെ സംസാരിക്കാൻ കുട്ടിക്കാലം മുതലേ ശീലിക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഏത് യുദ്ധഘട്ടത്തിലും യുദ്ധത്തിനെതിരെയാണ് സംസാരിക്കാൻ ശ്രമിക്കാറ്. ഏത് യുദ്ധവും നിരപരാധികളെ കൊല ചെയ്യുന്ന ഒന്നായിരിക്കും. നിരപരാധികളുടെ ജീവനും സ്വത്തും അപഹരിക്കുന്ന ഒന്നായിരിക്കും. നിരപരാധികൾക്ക് പിന്നീട് ഒരുപാട് സാമ്പത്തിക സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. ഇതൊക്കെയാണ് യുദ്ധത്തെക്കുറിച്ചുള്ള പൊതുവെ നിലപാട്. അപ്പോൾ ആ മനുഷ്യൻ്റെ പ്രാർത്ഥന എൻ്റേതായ വ്യാഖ്യാനങ്ങളിലൂടെ ഞാൻ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നു കുറച്ചുകൂടി സമയം കൂടി അവിടെ ചെലവഴിച്ചു. ഞങ്ങൾ അവിടുന്ന് തനോട് ദേവി ടെമ്പിളിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് അസ്തമയ സൂര്യൻ അതിൻ്റെ സർവപ്രതാപത്തിലും ഇങ്ങനെ ആകാശത്ത് വിളങ്ങി നിന്നിരുന്നു. പ്രത്യേകിച്ച് മണൽക്കൂനകൾക്ക് ചാരെ അസ്തമയ സൂര്യനെ കാണുക എന്നുള്ളത് ഒരു അഭൗമമായ അനുഭവമാണ്. അത് പകരുന്ന ലഹരിയുടെ ഉന്മാദത്തിൽ ഞങ്ങൾ അങ്ങനെ ലയിച്ചിരുന്നു.